ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് ഒരു ഹോട്ട് ടോപ്പിക്കാണ് കേട്ടോ. അതായത് നീതി ആയോഗിനെ പറ്റിയിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇന്ന് നോക്കുന്നത്. നമ്മൾ മുന്നേ പഞ്ചവത്സര പദ്ധതിയെ പറ്റിയിട്ട് ഒരു ക്ലാസ് ചെയ്തിരുന്നു. അപ്പോൾ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ക്ലാസ്സും ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കാം, ഇത് ഇനി വരാൻ പോകുന്ന തേർഡ് സ്റ്റേജ് ഡിഗ്രി പ്രിലിംസുകാർക്കും അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന CPO എക്സാമിനും ഖാദി ബോർഡ് LDCക്കും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സാണ് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. നമ്മൾ ആസൂത്രണ കമ്മീഷനെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഈ ആസൂത്രണ കമ്മീഷനൊക്കെ മാറിയിട്ടാണല്ലോ നമ്മുടെ നീതി ആയോഗ് വരുന്നത്. സോ അതുകൊണ്ട് നമുക്ക് ആദ്യം ആസൂത്രണ കമ്മീഷനെ പറ്റിയിട്ട് നോക്കാം. പഞ്ചവത്സര പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഒരു ഉപദേശക സമിതിയായിരുന്നു ആസൂത്രണ കമ്മീഷൻ. അപ്പൊ കേന്ദ്ര സർക്കാരിന്റെ ആരാണ്? ഉപദേശക സമിതിയാണ് ആസൂത്രണ കമ്മീഷൻ. അതുപോലെ തന്നെ ഒരു ഉപദേശക സമിതിയാണ് ആര്? നീതി ആയോഗം. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15-നാണ്. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15-നാണ് ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. ആസൂത്രണ കമ്മീഷന്റെ ആസ്ഥാനം യോജന ഭവനാണ്, അത് ഡൽഹിയിലാണ്. ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് ആസൂത്രണ കമ്മീഷനാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം, നമ്മുടെ രാജ്യത്ത് പ്ലാനിങ് നടത്തുന്നതും ആ പ്ലാനുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതും ആസൂത്രണ കമ്മീഷനാണ്. പ്ലാനുകൾ ഇംപ്ലിമെന്റ് ചെയ്താലാണ് രാജ്യത്ത് വികസനം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല് എന്ന് പ്ലാനിംഗ് കമ്മീഷനെ അല്ലെങ്കിൽ ആസൂത്രണ കമ്മീഷനെ പറയാനായിട്ടുള്ള കാരണം. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. പ്രധാനമന്ത്രിയാണ് ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷനായിരുന്നത്. ഇനിയും നമ്മുടെ നീതി ആയോഗ് ആണെങ്കിലും അധ്യക്ഷനായിട്ടിരിക്കുന്നത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. ഇപ്പോൾ നീതി ആയോഗിന്റെ ചെയർമാൻ ആരാണ്? മോദിയാണ്. ഓക്കെ, ശ്രീ നരേന്ദ്രമോദിയാണ്. ആദ്യ പ്ലാനിംഗ് കമ്മീഷനിലെ അംഗങ്ങളായിരുന്നു CD ദേശ്മുഖ്, VT കൃഷ്ണമാചാരി, GL മേത്ത, RK പാട്ടീൽ. ഇനി അഥവാ എക്സാം ഒന്ന് ടഫാക്കണം തോന്നുകയാണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ഇടുന്ന ആൾക്ക് ഈ ഒരു ചോദ്യം സിമ്പിളായിട്ട് സ്റ്റേറ്റ്മെന്റിൽ ഉൾപ്പെടുത്താവുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ പ്ലാനിംഗ് കമ്മീഷനിലെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? CD ദേശ്മുഖ് ഉണ്ട്, VT കൃഷ്ണമാചാരി ഉണ്ട്, GL മേത്ത, RK പാട്ടീൽ. നല്ലോണം ശ്രദ്ധിച്ചു വെച്ചേക്കുക. CD ദേശ്മുഖ് ഉണ്ട്, VT കൃഷ്ണമാചാരി ഉണ്ട്, GL മേത്തയുണ്ടായിരുന്നു, RK പാട്ടീൽ ഉണ്ടായിരുന്നു. ഇനി ആസൂത്രണ കമ്മീഷനാണ് സമാന്തര ക്യാബിനറ്റ് എന്നും അറിയപ്പെട്ടിരുന്നത്. അപ്പൊ സമാന്തര ക്യാബിനറ്റ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആസൂത്രണ കമ്മീഷനാണ്. നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ രൂപീകരിച്ചത് 1965-ലാണ്. നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ രൂപീകരിച്ചത് 1965-ലാണ്. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ഉപാധ്യക്ഷനാണ് ഗുൽസാരിലാൽ നന്ദ. ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ നമ്മൾ പറഞ്ഞു പ്രധാനമന്ത്രിയായിരിക്കും. എന്നാൽ ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ഉപാധ്യക്ഷനായി വന്നത് ഗുൽസാരിലാൽ നന്ദയാണ്. ആ പേരും എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തു വയ്ക്കുക. ആദ്യത്തെ ആസൂത്രണ കമ്മീഷന്റെ ഉപാധ്യക്ഷനായിട്ട് വന്നത് ഗുൽസാരിലാൽ നന്ദയാണ്. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ ഉപാധ്യക്ഷനെയും മറ്റ് അംഗങ്ങളെയും നിയമിച്ചിരിക്കുന്നത് കേന്ദ്ര ക്യാബിനറ്റ് ആണ്. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ ഉപാധ്യക്ഷനെയും മറ്റ് അംഗങ്ങളെയും നിയമിച്ചിരിക്കുന്നത് കേന്ദ്ര ക്യാബിനറ്റ് ആണ്. ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ അധ്യക്ഷൻ ആരായിരുന്നു? നരേന്ദ്രമോദിയാണ്. ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു? മൊണ്ടേങ് സിംഗ് അലുവാലിയ. അപ്പോൾ ഒരു തവണ പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻമാരെയും അതുപോലെ തന്നെ വൈസ് ചെയർമാൻമാരുടെയും പേര് തന്നിട്ട് കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിനാണെന്ന് തോന്നുന്നു, അതിൽ നിന്ന് ആരൊക്കെയാണ് അല്ലാതായിരുന്നത് എന്നൊരു ചോദ്യം വന്നിരുന്നു. ആരൊക്കെയാണ് ചെയർമാൻ ആയിരുന്നത്? അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ ആക്ച്വലി ക്യാൻസൽ ആയിപ്പോയ ചോദ്യമാണ്. ചോദ്യം വന്നിരുന്നത് ഉപാധ്യക്ഷന്മാർ ആരായിരുന്നു എന്ന് കണ്ടുപിടിക്കാനാണ്. പക്ഷെ അവർ തന്നിരുന്നത് മുഴുവൻ ചെയർമാൻമാരെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ അതൊന്ന് നോക്കി വെച്ചേക്കാം. ആരൊക്കെയാണ് ഓരോ കാലഘട്ടത്തിൽ ആരൊക്കെയാണ് VC ആയിരുന്നത് എന്നുള്ളത് എന്ത് ചെയ്യുക, നോക്കി വെച്ചേക്കാം. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ ആദ്യമായി നാഷണൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് 2001-ലാണ്. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ ആദ്യമായിട്ട് നാഷണൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് 2001-ലാണ്. വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കുക. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ ആദ്യമായി നാഷണൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് 2001-ലാണെന്നുള്ള കാര്യം മറക്കാതെ ഓർത്തു വയ്ക്കുക. ഇനി ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷനെ പിരിച്ചുവിട്ടത് 2014-ലാണ്. വളരെ അടിപൊളി ചോദ്യമാണ്. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷനെ പിരിച്ചുവിട്ടത് 2014-ലാണ്. ആസൂത്രണ കമ്മീഷനെ പിരിച്ചുവിട്ട ശേഷമാണ് നീതി ആയോഗ് സ്റ്റാർട്ട് ചെയ്തത്. 2015-ലാണ് ആര് സ്റ്റാർട്ട് ചെയ്തത്? നീതി ആയോഗ് നിലവിൽ വന്നത് 2015-ൽ. അപ്പോൾ 2014-ൽ ആരെ പിരിച്ചുവിട്ടു? ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷനെ പിരിച്ചുവിട്ടു. അതിനുശേഷം 2015-ൽ ആര് സ്റ്റാർട്ട് ചെയ്തു? നീതി ആയോഗ് നിലവിൽ വന്നു. ഇനി കേന്ദ്രത്തിൽ മാത്രമല്ല പ്ലാനിംഗ് ഉണ്ടായിരുന്നത്, നമ്മുടെ സംസ്ഥാനത്തും എന്തുണ്ടായിരുന്നു? ആസൂത്രണത്തിനുണ്ടായിരുന്നു. അതിനുള്ള കമ്മീഷൻ നിലവിൽ വന്നിരുന്നു. സംസ്ഥാനങ്ങളിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1967-ലാണ്. 1967-ലാണ്. മുഖ്യമന്ത്രിയാണ് സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് നിലവിൽ വന്നത് 1967-ലാണ്.
ഓക്കെ. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയിലെ പട്ടത്താണ്. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു? EMS നമ്പൂതിരിപ്പാടാണ്. EMS നമ്പൂതിരിപ്പാടിന്റെ കാലത്താണ് കേരളത്തിലെ പ്ലാനിംഗ് കമ്മീഷൻ ആക്റ്റീവ് ആയത്. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാണ്? MK ഹമീദാണ്. ഇത് നോക്കി വെച്ചേക്കണേ, MK ഹമീദാണ്. കേരളത്തിന്റെ കാര്യമാണ് പറയുന്നത്. ആദ്യത്തെ അധ്യക്ഷൻ EMS നമ്പൂതിരിപ്പാടായിരുന്നു. ആദ്യത്തെ ഉപാധ്യക്ഷൻ MK ഹമീദാണ്. MKA ഹമീദാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇനി കുറച്ച് നീതി ആയോഗിന്റെ കാര്യങ്ങളിലേക്ക് കടക്കാൻ പോവുകയാണേ. ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന ഭരണ സംവിധാനമാണ് നീതി ആയോഗ്. ആസൂത്രണ കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന ഭരണ സംവിധാനമാണ് നീതി ആയോഗ്. നീതി ആയോഗിന്റെ ഫുൾ ഫോം എന്താ? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നീതി ആയോഗ് ഔദ്യോഗികമായി നിലവിൽ വന്നത് 2015 ജനുവരി 1 എന്താണ്? 2015 ജനുവരി 1 ഒരുപാട് തവണ ചോദിച്ച ഡേറ്റ് ആണ് കേട്ടോ. നീതി ആയോഗിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. നീതി ആയോഗിന്റെ അധ്യക്ഷനാണ് ആര്? പ്രധാനമന്ത്രി. ഓക്കെ. നമ്മുടെ പ്ലാനിംഗ് കമ്മീഷനെ പോലെ തന്നെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗിന്റെ ആദ്യ അധ്യക്ഷനായ വ്യക്തി ആരാണ്? നീതി ആയോഗിന്റെ പ്രഥമ ഉപാധ്യക്ഷനായിരുന്നു അരവിന്ദ് പനഗരിയ. നീതി ആയോഗിന്റെ പ്രഥമ ഉപാധ്യക്ഷനായിരുന്നു അരവിന്ദ് പനഗരിയ. അപ്പോൾ ആദ്യത്തെ അധ്യക്ഷനാരായിരുന്നു? ശ്രീ നരേന്ദ്രമോദിയാണ്. നീതി ആയോഗിന്റെ പ്രഥമ ഉപാധ്യക്ഷനാരായിരുന്നു? അരവിന്ദ് പനഗരിയാണ്. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷനാരാണ്? സുമൻ ബെറിയാണ് കേട്ടോ. ഇതിൽ മുന്നത്തെ ഡാറ്റ ആയിരുന്നു, ഇപ്പോൾ സുമൻ ബെറിയാണ്. SB പഠിച്ചു വെക്കുക. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ VC എന്ന് പറയുമ്പോൾ 2 അക്ഷരമല്ലോ അല്ലേ. അപ്പോൾ സുമൻ ബെറി SB. ഇനി നീതി ആയോഗിന്റെ പ്രഥമ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരായിരുന്നു? ആദ്യത്തെ CEO അത് സിന്ധുശ്രീ ഖുള്ളറാണ്. നീതി ആയോഗിന്റെ ആദ്യത്തെ CEO ആരായിരുന്നു? സിന്ധുശ്രീ ഖുള്ളറാണ്. അപ്പോൾ നീതി ആയോഗിന്റെ ആദ്യത്തെ ചെയർമാൻ ശ്രീ നരേന്ദ്രമോദിയാണ്. നീതി ആയോഗിന്റെ ആദ്യത്തെ VC ആരാണ്? ആദ്യത്തെ VC അരവിന്ദ് പനഗരിയാണ്. നീതി ആയോഗിന്റെ ആദ്യത്തെ CEO ആരായിരുന്നു? സിന്ധുശ്രീ ഖുള്ളറാണ്. ഇനി ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ മെമ്പർ സെക്രട്ടറി ആയിരുന്നു സിന്ധുശ്രീ ഖുള്ളർ. എന്താണ്? ആസൂത്രണ കമ്മീഷന്റെ മുന്നേ, നീതി ആയോഗ് വരുന്നതിന് മുന്നേ കേട്ടോ, ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ മെമ്പർ സെക്രട്ടറി ആയിരുന്നു സിന്ധുശ്രീ ഖുള്ളർ. ഇനി നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? അമിതാഭ് കാന്ത് അല്ല, മുന്നേ ആയിരുന്നു. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ CEO 3 അക്ഷരമില്ലേ. അപ്പോൾ BVR സുബ്രഹ്മണ്യം എന്ന് പഠിച്ചു വയ്ക്കുക. CEO BVR. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ CEO ആയിട്ടുള്ള അമിതാഭ് കാന്തിന്റെ പുസ്തകമാണ് ബ്രാൻഡിംഗ് ഇന്ത്യ ആൻ ഇൻക്രെഡിബിൾ സ്റ്റോറി. ഈ അമിതാഭ് കാന്ത് കഴിഞ്ഞ CEO ആയിരുന്നു. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് പഠിച്ചു വയ്ക്കുക, ബ്രാൻഡിംഗ് ഇന്ത്യ ആൻ ഇൻക്രെഡിബിൾ സ്റ്റോറി. ബ്രാൻഡിംഗ് ഇന്ത്യ ആൻ ഇൻക്രെഡിബിൾ സ്റ്റോറി. അത് മറക്കാതെ ഓർത്തു വയ്ക്കുക. ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ അല്ലെങ്കിൽ തിങ്ക് ടാങ്ക് എന്നറിയപ്പെടുന്നത് നീതി ആയോഗാണ്. എന്താണ് ഈ തിങ്ക് ടാങ്ക് എന്ന് പറഞ്ഞാൽ? ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന കാര്യമാണ്. അതായത് ഒരു ഉപദേശക സമിതി നമ്മുടെ രാജ്യത്തിന്റെ ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ട് ഉപദേശം നൽകാൻ, പ്ലാനിങ് എങ്ങനെ കൊണ്ടുവരണമെന്നും എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നും ഉപദേശം നൽകുന്ന ഒരു സമിതി തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിനെയാണ് തിങ്ക് ടാങ്ക് സിസ്റ്റം എന്ന് പറയാം. അപ്പോൾ ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ അല്ലെങ്കിൽ തിങ്ക് ടാങ്ക് എന്നറിയപ്പെടുന്നത് നീതി ആയോഗാണ്. ഇനി അടുത്തിടെ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, നോക്കാം. നീതി ആയോഗുമായി ബന്ധപ്പെട്ട ലക്ഷ്യങ്ങളിൽ ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഗ്രാമീണ തലത്തിൽ വിശ്വസനീയമായ പദ്ധതികൾ ആവിഷ്കരിക്കുക, സംസ്ഥാനങ്ങളുടെ സജീവ പങ്കാളിത്തത്തോടെ ദേശീയ വികസന മുൻഗണനകൾ, മേഖലകൾ, തന്ത്രങ്ങൾ എന്നിവ വിശാലമാക്കുക, സാമ്പത്തിക പുരോഗതിയിൽ നിന്ന് വേണ്ടത്ര പ്രയോജനം ലഭിക്കാത്ത സമൂഹത്തിലെ വിഭാഗങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുക, ദേശീയ അന്തർദേശീയ വിദഗ്ധർ, പ്രാക്ടീഷണർമാർ, മറ്റ് പങ്കാളികൾ എന്നിവരുടെ സഹകരണത്തിലൂടെ അറിവ്, പുതുമ, സംരംഭക പിന്തുണ സംവിധാനം എന്നിവ സൃഷ്ടിക്കുക. അപ്പോൾ നീതി ആയോഗിന്റെ ചുമതലകളാണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലേ. ഇതിൽ ഏതെല്ലാമാണ് നീതി ആയോഗിന്റെ ചുമതലകൾ? താഴെ തന്നിട്ടുള്ള എല്ലാം എന്താണ്? നീതി ആയോഗിന്റെ ചുമതലകളാണ്. ഒന്നുകൂടി നോക്കി നോക്കേ. ഗ്രാമീണ തലത്തിൽ വിശ്വസനീയമായ പദ്ധതികൾ ആവിഷ്കരിക്കുക, അതായത് കേന്ദ്രത്തിൽ പ്ലാൻ ചെയ്യുന്ന പോലെ തന്നെ താഴെ തട്ടിലും എന്ത് വരണം? പ്ലാനിങ്ങും അതിന്റെ ഇംപ്ലിമെന്റേഷനും നടക്കണം. അപ്പോൾ അത് നീതി ആയോഗിന്റെ ചുമതലയാണ്. നീതി ആയോഗിൽ കേന്ദ്രത്തിലെ മെമ്പേഴ്സ് മാത്രമല്ല, ഓരോ സ്റ്റേറ്റിലെയും മുഖ്യമന്ത്രിമാരും ലഫ്റ്റനന്റ് ഗവർണർമാരും ഉണ്ട്. യൂണിയൻ ടെറിട്ടറീസിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും എവിടെയുണ്ട്? നീതി ആയോഗിൽ മെമ്പറാണ്. അപ്പോൾ എന്തിനാണ് അങ്ങനെ കൊടുത്തത്? ഒരു കോപ്പറേറ്റീവ് ഫെഡറലിസം കൊണ്ടുവന്നത്, അതായത് സ്റ്റേറ്റിനും കേന്ദ്രത്തിനും ഒരേപോലെ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നീതി ആയോഗിന് അങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് വരും? രാജ്യത്ത് വരുന്ന ഡെവലപ്മെന്റ്സ് പോലെ തന്നെ സ്റ്റേറ്റിലും ഡെവലപ്മെന്റ്സ് വരും. സ്റ്റേറ്റിൽ ഡെവലപ്മെന്റ്സ് വരിക എന്നുണ്ടെങ്കിൽ അത് എവിടെ തുടങ്ങും? ഗ്രാമങ്ങളുടെ ലെവലിൽ നിന്ന് അല്ലെങ്കിൽ ഗ്രാമത്തിലെ തലത്തിൽ നിന്ന് ആ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഗ്രാമീണ തലത്തിൽ വിശ്വസനീയമായ പദ്ധതികൾ ആവിഷ്കരിക്കുക, അത് നീതി ആയോഗിന്റെ ലക്ഷ്യമാണ്. സംസ്ഥാനങ്ങളുടെ സജീവ പങ്കാളിത്തത്തോടെ ദേശീയ വികസന മുൻഗണനകൾ, മേഖലകൾ, തന്ത്രങ്ങൾ എന്നിവ വിശാലമാക്കുക, ശരിയാണ്. കാരണം കേന്ദ്രത്തിലുള്ള ആൾക്കാർ മാത്രമല്ല
ക്യാബിനറ്റ് മിനിസ്ട്രി അല്ലെങ്കിൽ ക്യാബിനറ്റ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമല്ല നീതി ആയോഗിലെ അംഗങ്ങളായിട്ടുള്ളത്. ആരൊക്കെയുണ്ട്? സ്റ്റേറ്റ് തലത്തിലുള്ള ആൾക്കാർ കൂടി അവരുടെ മെമ്പറാണ്. എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിൻ്റെ കാര്യങ്ങൾ കൂടി എന്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്? നീതി ആയോഗിൻ്റെ പദ്ധതികളിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. സാമ്പത്തിക പുരോഗതിയിൽ നിന്ന് വേണ്ടത്ര പ്രയോജനം ലഭിക്കാത്ത സമൂഹത്തിലെ വിഭാഗങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുക. അതായത് മിഡിൽ ക്ലാസ് ഫാമിലി, ലോവർ ക്ലാസ് ഫാമിലി, ഹയർ ഫാമിലി, അപ്പർ ക്ലാസ് ഫാമിലി, അങ്ങനെയല്ലേ? ഈ അപ്പർ ആണെങ്കിലും ലോവർ ആണെങ്കിലും അവർക്ക് അതിൻ്റെതായ പരിഗണനകളുണ്ട്. എന്നാൽ മിഡിൽ ക്ലാസ് ഫാമിലിക്ക് എന്നും എന്താണ് പരിഗണന ലഭിക്കാത്തവരുണ്ട്. ആ ഫാമിലിനെ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സിലുള്ള പീപ്പിളിനെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രോഗ്രാമുകളും ആര് ചെയ്യുന്നുണ്ട്? നീതി ആയോഗ് ചെയ്യുന്നുണ്ട്. ഇനി ദേശീയ അന്തർദേശീയ വിദഗ്ധർ, പ്രാക്ടീഷണർമാർ, മറ്റ് പങ്കാളികൾ എന്നിവരുടെ സഹകരണത്തിലൂടെ അറിവ്, പുതുമ, സംരംഭക പിന്തുണ സംവിധാനം എന്നിവ സൃഷ്ടിക്കൽ. നീതി ആയോഗിൽ ജസ്റ്റ് മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ ഒരു ചെയർമാനും അല്ലെങ്കിൽ ലഫ്റ്റനന്റ് ഗവർണർമാരും മാത്രം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മുടെ നാടിൻ്റെ വികസനം ഇപ്പോൾ നമ്മുടെ ഈ പുതിയ ടെക്നോളജികൾ വികസിക്കുകയാണ്. അപ്പോൾ പുതിയ ടെക്നോളജികളിൽ അറിവുള്ള ആൾക്കാരെയും കൂടി നീതി ആയോഗിൻ്റെ സ്ട്രക്ചറിൽ അല്ലെങ്കിൽ ആ ഫ്രെയിം വർക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നാടിൻ്റെ വികസനത്തിന് കുറച്ചും കൂടി എന്താവും? നേട്ടം കൈവരിക്കാനാവും. പുതിയ പാലമാണെങ്കിലും ഇപ്പോൾ നമ്മൾ കണ്ടു മെട്രോ ഒക്കെ അല്ലേ, മെട്രോ വന്നു, അണ്ടർ വാട്ടർ മെട്രോ വന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ രാജ്യത്ത് ഡെവലപ്മെൻറ്റ് ഉണ്ടാവണമെങ്കിൽ അത്തരം ടെക്നോളജീസ് അറിയുന്ന ആൾക്കാർ കൂടി നീതി ആയോഗിൻ്റെ ഫ്രെയിം വർക്കിൽ ഉണ്ടാവുന്നത് വളരെ നല്ലതാണ് അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത്, ദേശീയ അന്തർദേശീയ വിദഗ്ധർ, പ്രാക്ടീഷണർമാർ, മറ്റ് പങ്കാളികൾ എന്നിവരുടെ സഹകരണത്തിലൂടെ അറിവ്, പുതുമ, സംരംഭക പിന്തുണ സംവിധാനം എന്നിവ സൃഷ്ടിക്കൽ. ഇതൊക്കെ ആരുടെ ലക്ഷ്യങ്ങളാണ്? നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളാണ്. ഇനി കുറച്ചധിക വിവരങ്ങളൂടി നോക്കാം. എന്തൊക്കെയാണ് അവരുടെ ചുമതല എന്നുള്ളത്. ദേശീയ സുരക്ഷാ താൽപ്പര്യങ്ങൾ സാമ്പത്തിക തന്ത്രത്തിലും നയത്തിലും ഉറപ്പുവരുത്തുക. മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ കാർഷിക മേഖലയെ പുരോഗതിയിലേക്ക് എത്തുക. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കൃഷി ബേസിക് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ കാർഷിക മേഖലയെ പുരോഗതിയിലേക്ക് എത്തിക്കുക. ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. അതായത് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വന്നു അല്ലേ. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വന്ന സമയത്ത് നമ്മളിപ്പോഴും ടെക്നോളജി പരമായിട്ട് ഏറ്റവും ബാക്ക്വേർഡായിട്ട് നിൽക്കുകയാണെങ്കിൽ ഇന്ത്യൻ എക്കണോമി ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ ലോകം മാറുന്നതിനനുസരിച്ച് നമ്മുടെ വിപണിയും മാറണം, നമ്മുടെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളും മാറണം. അപ്പോൾ അതും ആരുടെ പ്ലാനിങ്ങിലൂടെയാണ് നടക്കുന്നത്? നീതി ആയോഗ് പോലുള്ള ഒരു സംവിധാനത്തിലൂടെയാണ് നമ്മുടെ നാട്ടിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. വ്യവസായ സേവന മേഖലകളിലെ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. ഇതൊക്കെ ആരുടെ ലക്ഷ്യങ്ങളാണ്? നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളാണ്. അപ്പോൾ കാർഷിക മേഖലയുടെ പുരോഗതി അവർ ലക്ഷ്യം വെക്കുന്നുണ്ട്. സർക്കാർ പങ്കാളിത്തം എവിടെയൊക്കെ കുറയ്ക്കുക? വ്യവസായ സേവന മേഖലകളിൽ സർക്കാരിൻ്റെ പങ്കാളിത്തം കുറയ്ക്കുന്നുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ അവർ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. ഇനി അതിൻ്റെ ഒരു സ്ട്രക്ചറാണ് പറയുന്നത്. പ്രധാനമന്ത്രി അധ്യക്ഷനും എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും അടങ്ങിയ ഉപദേശക സമിതിയാണ് നീതി ആയോഗ്. എന്താണ് പറഞ്ഞത്? അതിൻ്റെ ഗവേണിംഗ് കൗൺസിൽ എന്ന് പറയുന്നത്. അതിനകത്തുള്ള ആരൊക്കെയുള്ളത്? പ്രധാനമന്ത്രിയാണ് അധ്യക്ഷൻ, എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരുണ്ട്, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും അടങ്ങിയ ഉപദേശക സമിതിയാണ് നീതി ആയോഗ്. നീതി ആയോഗിൽ ലഫ്റ്റനന്റ് ഗവർണർക്ക് പകരം മുഖ്യമന്ത്രി അംഗമായ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ഡൽഹിയും പോണ്ടിച്ചേരിയും. ഇനി പ്രധാനമന്ത്രിയാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ, അതായത് CEO നിയമിക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ്. ഓക്കെ. ഇനി നീതി ആയോഗിൻ്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് 2015 ഫെബ്രുവരി 8-നാണ്. 2015 ജനുവരി 1-ന് രൂപീകരിച്ചെങ്കിലും ആദ്യത്തെ സമ്മേളനം നടന്നത് എന്നാണ്? 2015 ഫെബ്രുവരി 8-നാണ്. നീതി ആയോഗിൻ്റെ ആദ്യ സമ്മേളനം അറിയപ്പെടുന്ന പേരെന്താണ്? ടീം ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, എന്താണ്? ടീം ഇന്ത്യ എന്നാണ് നീതി ആയോഗിൻ്റെ ആദ്യത്തെ സമ്മേളനം അറിയപ്പെടുന്നത്. ഇനി ആസൂത്രണ കമ്മീഷനെ പോലെ നീതി ആയോഗും ഒരു ഉപദേശക സമിതിയാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ആസൂത്രണ കമ്മീഷനെ പോലെ തന്നെ നീതി ആയോഗും ഒരു ഉപദേശക സമിതിയാണ്. 2022-23 ലക്ഷ്യമാക്കി നീതി ആയോഗ് ഇന്ത്യക്ക് വേണ്ടി പുറത്തിറക്കിയ പദ്ധതി എന്താണ്? ദ സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75. ദ സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ലേബർ എക്കണോമിക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്ന സ്ഥാപനം നീതി ആയോഗിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. നല്ലോണം നോക്കി വെച്ചേക്കാം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ എക്കണോമിക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്ന സ്ഥാപനം നീതി ആയോഗിന് കീഴിലാണ് എന്ത് ചെയ്യുന്നത്? പ്രവർത്തിക്കുന്നത്. ഇനി നീതി ആയോഗ് ഭരണസമിതിയിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ ഉൾപ്പെടുന്നു. കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർ ഉൾപ്പെടുന്നു. പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപാധ്യക്ഷൻ, സ്ഥിരം അംഗങ്ങൾ, അതുപോലെ തന്നെ 5 അനൗദ്യോഗിക അംഗങ്ങളുണ്ട്, പ്രത്യേക ക്ഷണിതാക്കളുണ്ട്,
ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ട്. ഇത്രയും പേര് എന്താണ്? ഭരണസമിതിയിലെ അംഗങ്ങളാണ്. ഒന്നുകൂടി നോക്കാം. എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ, പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഒരു ഉപാധ്യക്ഷൻ, അതായത് VC, സ്ഥിരമായിട്ടുള്ള അംഗങ്ങളുണ്ട്. 5 അനൗദ്യോഗിക അംഗങ്ങളുണ്ട്. മാക്സിമം 5 അനൗദ്യോഗിക അംഗങ്ങളുണ്ട്. പിന്നെ പ്രത്യേകമായിട്ടുള്ള ക്ഷണിതാക്കളുണ്ട്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ട്. ഇനി ഗവേണിംഗ് കൗൺസിലിനെ പറ്റി പറയുകയാണെങ്കിൽ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിന് പകരം രൂപം കൊണ്ട സംവിധാനമാണ് എന്ത്? ഗവേണിംഗ് കൗൺസിൽ. പഞ്ചവത്സര പദ്ധതികളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ അതിന് പെർമിഷൻ കൊടുത്തിരുന്നത് NDC ആണ്, നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലാണ്. അത് ഒഴിവാക്കിയപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം നിർന്നു പോയപ്പോൾ വന്ന പുതുതായി രൂപം കൊണ്ട സംവിധാനമാണെന്ത്? ഗവേണിംഗ് കൗൺസിൽ. ഗവേണിംഗ് കൗൺസിലിൻ്റെ അധ്യക്ഷനാരാണ്? പ്രധാനമന്ത്രി. ഭരണസമിതി, അതായത് സംസ്ഥാന മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ പ്രതിനിധികളും അടങ്ങിയതാണ് നീതി ആയോഗിന്റെ ഗവേണിംഗ് കൗൺസിൽ. അതായത് ആരൊക്കെയാണ്? പ്രധാനമന്ത്രി ചെയർമാൻ ആയിരിക്കും. അതുപോലെ തന്നെ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ പ്രതിനിധികളുമാണ് ഗവേണിംഗ് കൗൺസിലിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി നീതി ആയോഗും ആസൂത്രണ കമ്മീഷനും തമ്മിലുള്ള വ്യത്യാസങ്ങളൊന്നും ജസ്റ്റ് നോക്കി വെക്കുക. അധ്യക്ഷൻ രണ്ടിൻ്റെ ആണെങ്കിലും പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗിന്റെ ആണെങ്കിലും ആസൂത്രണ കമ്മീഷന്റെയും അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. ഉപാധ്യക്ഷൻ ആസൂത്രണ കമ്മീഷനിലെ ഡെപ്യൂട്ടി ചെയർമാനാണ്. നീതി ആയോഗിൽ അത് വൈസ് ചെയർമാനാണ്. ഉപാധ്യക്ഷനെ നിയമിക്കുന്നത് ക്യാബിനറ്റ് ആണ്. ആസൂത്രണ കമ്മീഷനിലെങ്കിൽ ഉപാധ്യക്ഷനെ നിയമിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. ഇവിടെ നീതി ആയോഗിൽ, അതായത് VCയെ നിയമിക്കുന്നത് ക്യാബിനറ്റ് ആണ്. ആസൂത്രണ കമ്മീഷനിലാണെങ്കിൽ അത് ക്യാബിനറ്റ് ആയിരുന്നു. എന്നാൽ പ്രധാനമന്ത്രിയാണ് ആരെ നിയമിക്കുന്നത്? നീതി ആയോഗിന്റെ ഉപാധ്യക്ഷനെ നിയമിക്കുന്നത്. ഇനി ഭരണസമിതിയായിട്ട് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലാണ് ആസൂത്രണ കമ്മീഷൻ ഉണ്ടായിരുന്നെങ്കിൽ നീതി ആയോഗിന് ഗവേണിംഗ് കൗൺസിലാണ് അതിന്റെ ഭരണസമിതി. ഇനി ആസൂത്രണ സെക്രട്ടറിയാണ് ഓഫീസ് കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. എന്നാൽ CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് നീതി ആയോഗിന്റെ ഓഫീസ് കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നത്. ഇനി അരവിന്ദ് പനഗരിയ, പ്രശസ്ത ഇൻഡോ അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു അരവിന്ദ് പനഗരിയ. പ്രശസ്തമായ പുസ്തകങ്ങളുണ്ട്. ഇന്ത്യ ദ എമേർജിംഗ് ജയന്റ് എന്ന് പറഞ്ഞിട്ടുള്ളതും ഇന്ത്യ അൺലിമിറ്റഡ് എന്ന് പറഞ്ഞതും അരവിന്ദ് പനഗരിയുടെ പുസ്തകങ്ങളാണ്. രണ്ടും ഓർത്ത് വെച്ചേക്കുക. ഇന്ത്യ ദ എമേർജിംഗ് ജയന്റ് എന്ന് പറഞ്ഞാലും ഇന്ത്യ അൺലിമിറ്റഡ് എന്ന് പറഞ്ഞാലും ആരുടെ പുസ്തകങ്ങളാണ്? അരവിന്ദ് പനഗരിയുടെ പുസ്തകങ്ങളാണ്. ഓക്കെ, ഇനി പഞ്ചവത്സര പദ്ധതി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നോക്കിയതാണ്. പഞ്ചവത്സര പദ്ധതികൾ അംഗീകാരം നൽകുന്ന സമിതിയായിരുന്നു നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. മുൻവർഷ കാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നീതി ആയോഗുമായി ബന്ധപ്പെട്ട് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ദ നീതി ആയോഗ്? നീതി ആയോഗ് വാസ് ഫോംഡ് ഓൺ 25th January 2014. ശരിയാണോ? അല്ല, 2015 January 1 നീതി ആയോഗ് എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്യുന്നത്. നീതി ആയോഗ് കംസ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. അല്ല, നീതി ആയോഗ് ഏതിൻ്റെ അണ്ടറിലാണ് വരുന്നത്? മിനിസ്ട്രി ഓഫ് പ്ലാനിങ്ങിൻ്റെ അണ്ടറിലാണ് നീതി ആയോഗ് വരുന്നത്. ദ ഫുൾ ഫോം ഓഫ് നീതി ആയോഗ് ഈസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. അത് കറക്റ്റാണ് അല്ലേ? നീതി ആയോഗിൻ്റെ ഫുൾ ഫോം എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. അത് കറക്റ്റാണ്. ദ നീതി ആയോഗ് ഈസ് എ പോളിസി തിങ്ക് ടാങ്ക് ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അതെ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു പോളിസി തിങ്ക് ടാങ്ക് ആണല്ലേ. എന്താ തിങ്ക് ടാങ്ക് എന്ന് പറഞ്ഞാൽ? ഉപദേശക സമിതി, അതായത് വിദഗ്ധർ അടങ്ങിയിട്ടുള്ള ഒരു ഉപദേശക സമിതി എന്നാണ് തിങ്ക് ടാങ്ക് സിസ്റ്റം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 3ഉം 4ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. According to the difference between Niti Aayog and Planning Commission, which of the following statements is or are correct എന്നാണ് അടുത്ത ചോദ്യം. Niti Aayog has no such power to impose policies on state. It is an advisory body. നീതി ആയോഗിന് സ്റ്റേറ്റ്സിൻ്റെ മുകളിൽ ഒരു പോളിസി അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പ്ലാൻ ഇമ്പോസ് ചെയ്യാനായിട്ടുള്ള പവർ ഇല്ല എന്നാണ് പറയുന്നത്. അത് കറക്റ്റാണ്. പക്ഷേ പ്ലാനിംഗ് കമ്മീഷൻ അങ്ങനെയായിരുന്നില്ല. കേന്ദ്രം ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ് എന്ത് ചെയ്യണമായിരുന്നു? ആ പ്ലാന് ഇംപ്ലിമെൻറ്റ് ചെയ്യണമായിരുന്നു. പക്ഷെ നീതി ആയോഗ് അങ്ങനെയല്ല. നീതി ആയോഗ് കുറച്ചും കൂടി ഇൻട്രാക്റ്റീവ് ആണ്. അതായത് സ്റ്റേറ്റിന് പറയാനുള്ള കാര്യങ്ങൾ സ്റ്റേറ്റിന് പറയാം, സ്റ്റേറ്റിൻ്റെ നീഡ്സ് മാർക്ക് പറയാം, സ്റ്റേറ്റിന് പറയാം. ഓക്കെ, ഇത് കേട്ട് അവർക്കത് സാധ്യമാണോ അല്ലെങ്കിൽ അവർക്കത് അത്രയും ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ആ പ്ലാൻ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ പറ്റുന്നത് ഏതിലാണ് ശരിക്കും? നീതി ആയോഗ് എന്നുള്ള സിസ്റ്റത്തിലാണ്. ഓക്കെ, ദ പ്ലാനിംഗ് കമ്മീഷൻ previously had the power to impose state policies. The project approved by the planning commission. ഓക്കെ, അതായത് ഒരു പ്രൊജക്റ്റ് പ്ലാനിംഗ് കമ്മീഷൻ അപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്റ്റേറ്റിൻ്റെ മുകളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇമ്പോസ് ചെയ്യാനുള്ള ഒരു പവർ പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടായിരുന്നു. എന്നാൽ നീതി ആയോഗിന് അതില്ല. കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. രണ്ടും കറക്റ്റാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം.
താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ അല്ലെങ്കിൽ പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്ന് കണ്ടുപിടിക്കേണ്ടത്. 1950 ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചു, അത് ശരിയാണ്. 1960 ഓപ്പറേഷൻ ഫ്ലഡ് എന്ന ഗ്രാമവികസന പരിപാടിക്ക് തുടക്കം കുറിച്ചു. ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറഞ്ഞാൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പാൽ ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ. എന്നാണ് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് നിലവിൽ വന്നത്? 1965 മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് നിലവിൽ വന്നത്. അതിനുശേഷം 1960 1970 എന്ത് നിലവിൽ വരുന്നത്? ഓപ്പറേഷൻ ഫ്ലഡ് നിലവിൽ വരുന്നത് മീൻസ് ഓപ്പറേഷൻ ഫ്ലഡ് നടക്കുന്നത്, അതായത് പാൽ ഉൽപാദനത്തിൽ മികച്ച മുന്നേറ്റം കൈവരിച്ചു. ആരുടെ നേതൃത്വത്തിൽ? ഡോക്ടർ വർഗീസ് കുര്യന്റെ നേതൃത്വത്തിൽ. അപ്പോൾ 1960 കാലഘട്ടത്തിലല്ല, 1970 കാലഘട്ടത്തിലാണ് ഓപ്പറേഷൻ ഫ്ലഡ് നടക്കുന്നത്. നാലാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഓപ്പറേഷൻ ഫ്ലഡ് നടക്കുന്നത്. 1951 ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്, അത് ശരിയാണ്. ബോംബെയിലെ കർഷകർ തയ്യാറാക്കിയ പദ്ധതിയാണ് ബോംബെ പ്ലാൻ. ബോംബെയിലെ 8 വ്യവസായികൾ ചേർന്ന് തയ്യാറാക്കിയ പ്ലാനാണ് ബോംബെ പ്ലാൻ. നിലവിൽ വന്നത് 1944. അപ്പോൾ ഈ പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? 1ഉം 3ഉമാണ് ശരി. ചോദ്യം നോക്കാം. നീതി ആയോഗിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? ശരിയല്ലാത്ത ചോദ്യമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരിയല്ലാത്തത്? ഇത് സഹകരണ ഫെഡറലിസത്തിന്റെ ഉത്സാഹത്തിൽ പ്രവർത്തിക്കുന്നു, അതായത് ഒരു കോപ്പറേറ്റീവ് ഫെഡറലിസം സിസ്റ്റം ഫോളോ ചെയ്യുന്നു. ആര്? നീതി ആയോഗ്. എന്താ കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറഞ്ഞാൽ? സ്റ്റേറ്റും അതുപോലെ തന്നെ കേന്ദ്രത്തിലെ മിനിസ്റ്റേഴ്സും ഇതിൽ ഒരേപോലെ ഇൻക്ലൂഡഡ് ആണ്. അല്ലെങ്കിൽ സ്റ്റേറ്റിന് വേറെ അല്ലെങ്കിൽ കേന്ദ്രത്തിന് വേറെ, അങ്ങനെയില്ല. രണ്ടുപേർക്കും ഒരേപോലെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. എവിടെ? നീതി ആയോഗിനകത്ത്. ഇത് താഴെയുള്ള ഒരു സമീപനമാണ് ഉപയോഗിച്ചത്, അത് ശരിയാണ്. ഒരു ബോട്ടം അപ്പ് അപ്രോച്ചാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നീതി ആയോഗ് സ്വീകരിച്ചിട്ടുള്ളത്. എന്താണ് ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ? അതായത് നമ്മുടെ ഗ്രാമത്തിലെ ലെവലിൽ അല്ലെങ്കിൽ ഗ്രാമതലങ്ങളിൽ എന്തൊക്കെയാണ് അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ, അതനുസരിച്ച് അതിനെ അറിഞ്ഞ് അതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കുക, ആ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനാണ് നമ്മൾ ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറയുക. അതായത് താഴെ തട്ടിൽ നിന്നും വികസനം തുടങ്ങാം. പക്ഷേ പ്ലാനിംഗ് കമ്മീഷൻ അങ്ങനെ ആയിരുന്നില്ല. എങ്ങനെയാണ്? അതൊരു ടോപ്പ് ഡൗൺ അപ്രോച്ച് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ സെൻട്രൽ തീരുമാനിക്കുന്നു, താഴേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ആ ഒരു രീതിയിൽ, അതായത് ടോപ്പ് ഡൗൺ അപ്രോച്ച് ആയിരുന്നു ആര്? പ്ലാനിംഗ് കമ്മീഷൻ നടത്തിയിരുന്നത്. എന്നാൽ നീതി ആയോഗിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ബോട്ടം അപ്രോച്ച് മെത്തേഡായിരുന്നു, അല്ലെങ്കിൽ ബോട്ടം അപ്രോച്ച് പ്ലാനിംഗ് ആയിരുന്നു. ഓക്കെ, ഇതൊരു ഉപദേശക ചിന്താ ടാങ്കാണ്, അല്ലെങ്കിൽ തിങ്ക് ടാങ്ക് സിസ്റ്റമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, വിദഗ്ധരടങ്ങിയിട്ടുള്ള ഒരു ഉപദേശക സമിതി പുതിയ പ്ലാനുകളും പ്രൊജക്റ്റുകളും ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേന്ദ്രത്തിലും സംസ്ഥാനത്തിലെയും ഒരേപോലെ ഇൻവോൾവ്മെന്റ് കൊണ്ടുവന്നിട്ടുള്ള ഒരു തിങ്ക് ടാങ്ക് സിസ്റ്റമാണ് നീതി ആയോഗ്. നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി മന്ത്രിമാർക്കും സംസ്ഥാന സർക്കാരിനും ഫണ്ട് അനുവദിക്കാൻ ഇതിന് അധികാരം ഉണ്ടായിരുന്നു. അതില്ല കേട്ടോ, മന്ത്രിമാർക്കും ഇല്ല, സംസ്ഥാന സർക്കാരിനും ആർക്കും ഫണ്ട് അനുവദിക്കാനുള്ള അധികാരം ആർക്കില്ല? നീതി ആയോഗിന് അധികാരമില്ല. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യമാണ്, ദേശീയ അന്തർദേശീയ വിദഗ്ധർ, പ്രാക്ടീഷണർമാർ, മറ്റ് പങ്കാളികൾ എന്നിവരുടെ ഒരു സഹകരണ കൂട്ടായ്മയുടെ അറിവും നവീകരണവും സംരംഭത്വ പിന്തുണയും സംവിധാനവും സൃഷ്ടിക്കുന്നതിന് ഇത് ആരുടെ ലക്ഷ്യമാണ്? താഴെ തന്നിരിക്കുന്നതിൽ ആരുടെ ലക്ഷ്യമാണ്? നീതി ആയോഗിന്റെ ലക്ഷ്യമാണ് അല്ലേ. നമ്മൾ നീതി ആയോഗിന്റെ എന്തെല്ലാം ലക്ഷ്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒന്ന് ഓർത്തു നോക്കിയേ. നീതി ആയോഗിന്റെ ഏതൊക്കെ ലക്ഷ്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക, മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക, അതായത് കാർഷിക മേഖലയെ പുരോഗതിയിലേക്ക് എത്തിക്കുക, മിഡിൽ, അപ്പർ ക്ലാസ്, ലോവർ ക്ലാസ് എന്നിങ്ങനെയുള്ളതിൽ നിന്ന് മിഡിൽ ക്ലാസിനെ സ്ഥിരതയോടുകൂടിയ വളർച്ചയിലേക്ക് കൊണ്ടുവരിക, പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച എത്തിക്കാൻ പ്രയോജനപ്പെടുത്തുക, പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം ഉറപ്പുവരുത്തുക, സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളുടെ സുരക്ഷിത ആവാസ കേന്ദ്രമാക്കുക, ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ നമ്മുടെ രാജ്യത്തെ പ്രാപ്തമാക്കുക എന്നിവയൊക്കെയാണ് ആരുടെ ലക്ഷ്യങ്ങൾ? നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ. ഒന്നുകൂടി പറയാം. വ്യവസായ സേവന മേഖലകളിൽ സർക്കാരിന്റെ പങ്കാളിത്തം കുറയ്ക്കുക. 1. മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തുക. ഏത് മേഖലയെ? കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ പ്രബലമായ മധ്യവർഗത്തെ, അതായത് അപ്പറിലും ലോവറിലും പെടാതെ കിടക്കുന്ന പ്രബലമായ മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ചയ്ക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. ഇനി പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം
സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക. പ്രവാസികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രവാസികളുണ്ട്, നമുക്കറിയാം അല്ലേ. അപ്പോൾ അവരുടെയൊക്കെ സേവനം എന്ത് ചെയ്യുക, നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക. ഇനി ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രമാക്കി മാറ്റുക എന്നുള്ളതും നീതി ആയോഗിന്റെ ലക്ഷ്യമാണ്. ഒന്നുകൂടി, ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ നമ്മുടെ രാജ്യത്തെ പ്രാപ്തമാക്കുക എന്നുള്ളതും ആരുടെ ലക്ഷ്യമാണ്? നീതി ആയോഗിന്റെ ലക്ഷ്യമാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്നാണ് അടുത്ത ചോദ്യം. പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1950 മാർച്ച് 15-നാണ്. നീതി ആയോഗ് നിലവിൽ വന്നതോ 2015 ജനുവരി 1-നാണ്. പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രി തന്നെയാണ്. നീതി ആയോഗിന്റെ ചെയർമാൻ ആണെങ്കിലും പ്രധാനമന്ത്രി തന്നെയാണ്. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1 നമ്മൾ നേരത്തെ പറഞ്ഞു. ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി ആരാണ്? PC മഹൽനോബിസ് ആണ്. അതായത് താഴെ പറയുന്ന പ്രസ്താവന എല്ലാം എന്താണ്? ശരിയായിട്ടുള്ള കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. നേരത്തെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ്. ഇപ്പോഴത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? CEO എന്ന് പറഞ്ഞാൽ BVR സുബ്രഹ്മണ്യം എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളായിട്ട് വീണ്ടും ചോദ്യം വന്നു. സഹകരണ ഫെഡറലിസം വളർത്താൻ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിന്റെയും കേന്ദ്രത്തിന്റെയും ഒരുമിച്ചുള്ള ഇടപെടലോട് കൂടിയിട്ട് നമുക്ക് ഫെഡറലിസം വളർത്താൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ ലക്ഷ്യം. അത് ശരിയാണ്. കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന സിസ്റ്റമാണ് നീതി ആയോഗ് ഫോളോ ചെയ്യുന്നത്. അത് ശരിയാണ്. കേന്ദ്ര തലത്തിൽ വിശ്വസനീയമായ പദ്ധതികൾ രൂപീകരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ വികസിപ്പിക്കുക. ഒരിക്കലും കേന്ദ്ര തലത്തിൽ മാത്രമായിട്ടല്ല നീതി ആയോഗ് ഒതുങ്ങി നിൽക്കുന്നത്. ഗ്രാമതലങ്ങളിലേക്ക്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്, ഒരു ബോട്ടം അപ്പ് അപ്രോച്ചാണ് നീതി ആയോഗ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. തന്ത്രപരവും ദീർഘകാലവുമായ നയവും പ്രോഗ്രാമും ചട്ടക്കൂടുകളും സംരംഭങ്ങളും രൂപപ്പെടുത്തുന്നത്. അതായത് 5 വർഷ കാലാവധികളിലേക്കല്ല, ചിലപ്പോൾ 5 വർഷമാവാം, 7 വർഷമാവാം, 10 വർഷമാവാം. അങ്ങനെയുള്ള പ്ലാനുകൾ, അതായത് ദീർഘകാലവുമായ നയവും പ്രോഗ്രാം ചട്ടക്കൂടുകളും സംരംഭങ്ങളും രൂപപ്പെടുത്തുന്നത് ആരുടെ ലക്ഷ്യമാണ്? നീതി ആയോഗിന്റെ ലക്ഷ്യമാണ്. അതുപോലെ തന്നെ അറിവ് നവീകരണം, സംരംഭക പിന്തുണ സംവിധാനം എന്നിവ സൃഷ്ടിക്കാനും നീതി ആയോഗ് ലക്ഷ്യമിടുന്നു. അപ്പോൾ ഇതിൽ ഏതാണ് നീതി ആയോഗിന്റെ ലക്ഷ്യമല്ലാത്തത്? കേന്ദ്ര തലത്തിൽ വിശ്വസനീയമായ പദ്ധതികൾ രൂപീകരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ വികസിപ്പിക്കുക എന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്. കേന്ദ്ര തലത്തിൽ മാത്രമല്ല, എന്താണ് ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഗ്രാമതലത്തിലേക്കും കൂടി വികസനങ്ങൾ എത്തിക്കുക എന്നുള്ള ലക്ഷ്യം ആർക്കുണ്ട്? നീതി ആയോഗിനുണ്ട്. നീതി ആയോഗിനെ പറ്റിയിട്ടുള്ള ചോദ്യമാണ്. നീതി ആയോഗിനെ സംബന്ധിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്ന ഭരണ സംവിധാനം, അത് ശരിയാണ്. നീതി ആയോഗിന്റെ ആദ്യ അധ്യക്ഷൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ്, അതും ശരിയാണ്. 2015 ജനുവരി 1 നിലവിൽ വന്നു. എന്നാണ് പ്ലാനിംഗ് കമ്മീഷൻ നിർത്തലാക്കിയത് അല്ലെങ്കിൽ പഞ്ചവത്സര പദ്ധതികൾ നിർത്തലാക്കിയത്? അത് 2014-ലാണ് കേട്ടോ. 2014 നിർത്തലാക്കി. നീതി ആയോഗിന്റെ ആസ്ഥാനം ഡൽഹിയാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിട്ടുള്ള പ്രസ്താവനകൾ മുഴുവനും എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ഇനി നീതി ആയോഗിനെ കുറിച്ച് പ്രസ്താവനകൾ ശരിയല്ലാത്തത് കണ്ടെത്തി എഴുതാനാണ്. 2015 ജനുവരി മാസം 1-ാം തീയതി രൂപീകൃതമായി, അത് ശരിയാണ്. ഗ്രാമീണ തലം മുതൽ വിശ്വാസയോഗ്യമായ പദ്ധതികൾ രൂപീകരിക്കുന്നതിനുള്ള സംവിധാനം വികസിപ്പിക്കുക എന്നത് നീതി ആയോഗിന്റെ ഒരു പ്രധാന ഉദ്ദേശമാണ്, അത് ശരിയാണ്. സംസ്ഥാനങ്ങളുമായുള്ള ഘടനാപരമായ പിന്തുണ സംവിധാനങ്ങളിലൂടെ സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുക എന്നത് മറ്റൊരു ഉദ്ദേശമാണ്, അതും ശരിയാണ്. ഇനി നീതി ആയോഗ് എന്ന് പറഞ്ഞാൽ അതൊരു ഭരണഘടനാ സ്ഥാപനമല്ല, എന്താണ് പിന്നെ? അതൊരു ഉപദേശക സമിതിയാണ് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ചോദ്യം വന്ന രീതികൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നീതി ആയോഗിന്റെ ചെറിയൊരു നോട്ട് കൂടി നമുക്ക് പഠിക്കാം. 2015 ജനുവരി 1-നാണ് നീതി ആയോഗ് രൂപീകരിച്ചത്. സംസ്കൃതത്തിൽ നീതി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ധാർമ്മികത, പെരുമാറ്റം, മാർഗനിർദ്ദേശം മുതലായവയാണ്. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ അതിന്റെ അർത്ഥം നയമാണ്. ഒരു നയം എന്നുള്ളത് എന്ത് ചെയ്താൽ മതി? നീതി ആയോഗ് എന്ന് പറഞ്ഞാൽ അതൊരു നയരൂപീകരണം എന്ന് ഓർത്തു വെച്ചാൽ മതി. എന്നാൽ ഇന്ത്യയെ രൂപാന്തരപ്പെടുത്തുന്നതിനുള്ള ദേശീയ സ്ഥാപനം എന്നാണ് അർത്ഥമാക്കുന്നത്. ഇന്ന് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? നീതി എന്നാൽ എന്താണ്? ഇന്ത്യയെ രൂപപ്പെടുത്തുന്നതിനുള്ള ദേശീയ സ്ഥാപനം എന്നാണ് അർത്ഥമാക്കുന്നത്. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന രാജ്യത്തെ പ്രധാന നയരൂപീകരണ സ്ഥാപനമാണ് എന്ത്? നീതി ആയോഗ്. ചലനാത്മകവും ശക്തവുമായ ഒരു രാഷ്ട്രം സൃഷ്ടിക്കാൻ സഹായിക്കുന്ന ശക്തമായ ഒരു സ്ഥാപനം അല്ലെങ്കിൽ സംസ്ഥാനം കെട്ടിപ്പടുക്കുകയാണ് ഇത് ലക്ഷ്യമിടുന്നത്. ലോകത്തെ പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഉയർന്നു വരാൻ ഇത് ഇന്ത്യയെ സഹായിക്കുന്നു. നീതി ആയോഗിന്റെ സൃഷ്ടിക്ക്
ടീം ഇന്ത്യ ഹബ് എന്നും നോളജ് ആൻഡ് ഇന്നോവേഷൻ ഹബ് എന്നും 2 ഹബ്ബുകളുണ്ട്. എന്താ? നീതി ആയോഗിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കാനായിട്ട് ടീം ഇന്ത്യ ഹബ് എന്നും നോളജ് ആൻഡ് ഇന്നോവേഷൻ ഹബ് എന്നും പേരുള്ള 2 ഹബ്ബുകളാണ് ഉള്ളത്. ഇനി ടീം ഇന്ത്യ ഹബ് എന്താണ്? ഇത് കേന്ദ്ര സർക്കാരുമായി ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തത്തിലേക്ക് നയിക്കുന്നു. ഇവിടെയാണ് ആ കോഓപ്പറേറ്റീവ് ഫെഡറലിസം വർക്കാവുന്നത്. ഇത് കേന്ദ്ര സർക്കാരുമായി ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തത്തിലേക്ക് നയിക്കുന്നു. ആൻഡ് നോളജ് ആൻഡ് ഇന്നോവേഷൻ ഹബ് എന്താ പറയുന്നത്? ഇത് സംസ്ഥാനത്തിന്റെ തിങ്ക് ടാങ്ക് കഴിവുകൾ നിർമ്മിക്കുന്നു. അതായത് ഒരു ഉപദേശക സമിതിയായി രൂപപ്പെട്ട് സംസ്ഥാനത്തിന് എന്തൊക്കെ വേണം എന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോളജ് ആൻഡ് ഇന്നോവേഷൻ ഹബ്ബ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഇനി അവശ്യ വിഭവങ്ങൾ, അറിവ്, നൈപുണ്യങ്ങൾ എന്നിവ ഉപയോഗിച്ച് നീതി ആയോഗ് സ്വയം ഒരു സ്റ്റേറ്റ് ഓഫ് ആർട്ട് റിസോഴ്സ് സെന്റർ എന്ന നിലയിൽ സ്വയം സൃഷ്ടിക്കുന്നു. അത് വേഗത്തിൽ പ്രവർത്തിക്കാനും ഗവേഷണം നടത്താനും നൂതനത്വത്തോടെ പ്രവർത്തിക്കാനും സർക്കാരിന് നിർണായകമായ വീക്ഷണം നൽകാനും അപ്രതീക്ഷിത പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനും പ്രാപ്തമാക്കുന്നു. തങ്ങളുടെ പങ്കാളിത്തത്തിലൂടെ ഭരണത്തിൽ വളർച്ചയും വികസനവും ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് നീതി ആയോഗ് രൂപീകരിക്കാൻ കാരണം. അതിന് ഭരണ സംവിധാനത്തിൽ സ്ഥാപനപരമായ മാറ്റങ്ങളും സജീവമായ തന്ത്രപരമായ മാറ്റങ്ങളും ആവശ്യമായിരുന്നു. ഇത് ഗണ്യമായ തോതിലുള്ള മാറ്റത്തിന് വിത്തുപാകുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നീതി ആയോഗിനെ പറ്റി ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. CPO എഴുതുന്നവരും ഡിഗ്രി പ്രിലിംസ് 3rd സ്റ്റേജ് എഴുതുന്നവരും അതുപോലെ ഖാദി ബോർഡ് LDC എഴുതുന്നവരും നന്നായിട്ട് പഠിക്കുക. ഉള്ള സമയം മാക്സിമം ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? വിനിയോഗിക്കുക. അതിന് നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മൾക്ക് പിന്നെ അതിനെ പശ്ചാത്തപിക്കാനായിട്ട് ഇടവരരുത്. ഓക്കെ, താങ്ക് യു സോ മച്ച്.